എം എസ് ഷോൻ്റെ ഈ ന്യൂ എപ്പിസോഡിൽ യു ആർ ഓൾ വെൽക്കം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ സയൻസ് ആൻഡ് സൂപ്പർ നാച്ചുറൽ ഈ രണ്ട് ഫീൽഡ്സിൻ്റെ തമ്മിൽ ഒരു ബോർഡർ ലൈനിൽ കിടക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ടോപ്പിക്ക് നിങ്ങളെല്ലാവരും യു ആർ ഓൾ ഫെമിലിയർ. ടോപ്പിക് ഈസ് റീബർത്ത് ഓർ റീഇൻകാർണേഷൻ. ഇതിലെത്ര ട്രുത്ത് ഉണ്ട്, ഭയങ്കര ഡീപ്പ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ റീബർത്ത് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ തന്നെ ഇന്ത്യൻ കൾച്ചറിൽ മുമ്പത്തെ പീരീഡ്സിൽ നമ്മുടെ ഏൻഷ്യൻറ്റ് വേദിക് പീരീഡിൽ നമ്മുടെ ഋഷിമാരും ഇവരെല്ലാവരും ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചതാണ്. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ ഇതിനെ പറ്റിയിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഓൾഡ് ക്ലോത്ത്സ് വിട്ടിട്ട് ഒരു പുതിയ വസ്ത്രങ്ങൾ ധരിക്കണ പോലെയാണ് ആത്മാവ് ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക്. അതെ, ആത്മാവ് ഒരു ശരീരം വിട്ടിട്ട് വേറൊരു പുതിയ ശരീരം എടുക്കണം, അതുപോലെയാണെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക്ക് നമ്മളൊരു സയന്റിഫിക് ആംഗിളിൽ നിന്നാണ് ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോണത്. എങ്ങനെ സയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ടോപ്പിക്കിൽ എത്ര ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, കടക്കാൻ പറ്റും, സയൻസും ലോജിക്കും വെച്ചിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു ഫാമിലിയിലെ ഒരു സെയിം പാരൻസിന്റെ രണ്ട് മക്കള്, രണ്ട് ബ്രദേഴ്സ് എന്ന് വയ്ക്കാം. അവർ തമ്മിൽ തന്നെ നല്ല ഡിഫറൻസ് ചില കേസിൽ നമ്മൾ കാണാറുണ്ട്. അവരുടെ ലുക്സ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി, സ്വഭാവം, ക്യാരക്ടേഴ്സ്, പിന്നെ അവരുടെ സ്കിൽസ്, ഭയങ്കര ഡേ ആൻഡ് നൈറ്റ് പോലുള്ള ഡിഫറൻസ് നമ്മൾ ചില കേസിൽ കാണാറുണ്ട്. നമ്മൾ ഈ തമാശയ്ക്ക് ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും ഒരമ്മയുടെ മക്കൾ തന്നെയാണോ എന്നൊക്കെ ചിലപ്പോൾ തമാശയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുമുണ്ട്. അത് ബേസിക്കലി ഒരു ഫാമിലിയിലെ ഒരു സെയിം പാരന്റ്സിന്റെ മക്കളാണ്. അപ്പൊ ജനറ്റിക്കലി സെയിം ജീൻസ് ആണ് റൺ ചെയ്യുന്നത്. അവർ വളർന്നു വന്ന സാഹചര്യവും സെയിം ആണ്. അപ്പോൾ ഈ ഇത്രയും ഡിഫറൻസ് വരാനുള്ള ഒരു എക്സ്പ്ലനേഷൻ വേറെ സയന്റിഫിക് ആയിട്ട് അവിടെ കൊടുക്കാൻ പറ്റില്ല. ആ കേസിലൊക്കെ നമുക്ക് ഈ റീബർത്ത് ഓർ റീഇൻകാർണേഷൻ അല്ലെങ്കിൽ പുനർജന്മം വഴി ആ ഒരു എക്സ്പ്ലനേഷൻ ചെറുതായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പൊ റീബർത്ത് ഓർ റീഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. രണ്ടും പുനർജന്മം എന്നാണ് ഉദ്ദേശിക്കുന്നത്. റീഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏൻഷ്യൻ വേദിക് ഫിലോസഫി പ്രകാരം, അതായത് ഒരു ആത്മാവ്, നോൺ ഫിസിക്കൽ എസൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ഒരു ആത്മാവ്, സോൾ, ഒരാൾ മരിക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് വേറെ ഒരു പുനർജന്മം പോലെ പുതിയൊരു മനുഷ്യനായിട്ട് വരുന്നു. ആ സോള് ആ ഒരു പുതിയ ശരീരത്തിലേക്ക് കയറുന്നു, അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ബുദ്ധിസ്റ്റ് ഫിലോസഫി പ്രകാരം റീബർത്ത് എന്നാ പറയുന്നത്. അവർക്ക് ഈ സോൾ കൺസെപ്റ്റ് ഇല്ല, ആത്മാവെന്നൊരു കൺസെപ്റ്റ് ഇല്ല. അവർ പറയുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കർമ്മങ്ങൾ, അയാളുടെ മെന്റൽ ക്വാളിറ്റീസ്, ബിഹേവിയേഴ്സ്, ഇതൊക്കെ പുതിയൊരാളായിട്ട് ജനിക്കുന്നു, അത്രേ ഉള്ളൂ. സോൾ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ ഒരു പേഴ്സണാലിറ്റി ആണ് ഒരു പുതിയ ഒരു ബോഡിയിലേക്ക് അവരുടെ കർമ്മങ്ങൾ, ആ ജന്മത്തിൽ ചെയ്ത കർമ്മം, അങ്ങനെ. അപ്പോ ഈ വീഡിയോയിലും ഞങ്ങളൊരു എക്സ് ഫാക്ടർ ഇൻഫോ ആഡ് ചെയ്യുന്നുണ്ട് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ. നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി ഇതിനെ പറ്റിയുള്ള പുനർജന്മത്തിനെ പറ്റിയുള്ള കുറെ വീഡിയോസ് ഉണ്ടാവും. അതിലൊന്നും കാണാത്ത ഒരു എക്സ് ഫാക്ടർ, ഒരു എക്സ്ട്രാ കാര്യം, ഒരു അഡീഷണൽ കാര്യം അതിലുണ്ടാവും. സോ യു ഹാവ് ടു വാച്ച് ദ ഹോൾ വീഡിയോ ടിൽ ദ എൻഡ്. അപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ ടോപ്പിക്കിനെ നമ്മൾ 3 ഡോക്ടേഴ്സിന്റെ വർക്കായിട്ടാണ് നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് ഡോക്ടറാണ് ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ. കനേഡിയൻ അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലത്തെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് 40-50 ഇയേഴ്സ് ആയിട്ട് ഈ ഫീൽഡ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇയാൻ സ്റ്റീവൻസൺ ഇത് എക്സ്റ്റെൻസീവ്ലി റീബർത്തിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തു. 14 പേപ്പേഴ്സും 30 ബുക്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് 20 കേസസ് സജസ്റ്റീവ് ഓഫ് റീഇൻകാർണേഷൻ, അതേപോലെ റീഇൻകാർണേഷൻ ആൻഡ് ബയോളജി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ അയാൾ എഴുതി. അപ്പൊ അത് ബർത്ത് മാർക്സിനെ പറ്റിയിട്ടാണ്. ഈ റീബർത്ത് ഉണ്ടാവുമ്പോ ചെറിയ കുട്ടികളിൽ ബർത്ത് മാർക്സ് ആയിട്ട് കാണാറുണ്ട്. അപ്പൊ അതായിട്ടുള്ള അല്ലെങ്കിൽ ബർത്ത് ഡിഫെക്ട്സ് ജനിക്കുമ്പോ തന്നെ ഒരു അതങ്ങനെ നമ്മള് എക്സ്പ്ലെയിൻ ചെയ്യും ആസ് ദ പ്രോഗ്രാം ഗോസ് ഓൺ. പിന്നെ എക്സ്റ്റെൻസീവ്ലി ഇന്ത്യയില്, ശ്രീലങ്കയില് ഇവിടെ വന്നിട്ട് കുറെ കേസസ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അയാൾ, അത് മോസ്റ്റ്ലി കുട്ടികളായിരുന്നു, ചെറിയ കുട്ടികളായിരുന്നു, അവരവരുടെ പാസ്റ്റ് ലൈഫ്സ് റിമെമ്പർ ചെയ്തിരുന്നു. അപ്പോൾ ഈ കേസസ് അയാൾ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൻ സ്റ്റീവൻസനെ പറ്റിയിട്ട് വേറൊരു സൈക്കാട്രിസ്റ്റ്, ഭയങ്കര ഫേമസ് ആയ ഒരു സൈക്കാട്രിസ്റ്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഹാരോൾഡ് ലീഫ് എന്നാണ് അയാളുടെ പേര്. അപ്പം അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ,
either he is making a colossal mistake or he will be remembered as the Galileo of the 20th century. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത്രയും വലിയൊരു മിസ്റ്റേക്ക് ചെയ്യാണ് അയാൾ, അല്ലെങ്കിൽ 20th സെഞ്ചുറിയിലെ ഗലീലിയോ എന്നത്തെ അത്രയും ഫേമസ് ആയ സയന്റിസ്റ്റ് ആയിട്ട് അയാളെ റിമെമ്പർ ചെയ്യും. അത്രയും ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഇത്. അതിൻ്റെ എല്ലാ ഡയമെൻഷൻസും സയന്റിസ്റ്റ് ഇപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ആ വർക്കിൻ്റെ. അപ്പോൾ ഇയാൻ സ്റ്റീവൻസന്റെ തന്നെ ഒരു കൊളീഗ് ഉണ്ട്, ഡോക്ടർ ജിം ടക്കർ. ഒരു ഫേമസ് ചൈൽഡ് സൈക്കാട്രിസ്റ്റ് ആണ്. ഇദ്ദേഹവും പ്രൊഫസർ ആയിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയ സ്കൂൾ ഓഫ് മെഡിസിനിൽ. അപ്പൊ ഈ ഡോക്ടർ ഇയാൻ സ്റ്റീവൻസന്റെ ജൂനിയർ ആയിരുന്നു ഈ ജിം ടക്കർ. അപ്പൊ ഈ സ്റ്റഡീസിനെ, ഈ ഇയാൻ സ്റ്റീവൻസിന്റെ സ്റ്റഡീസിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ ഡോക്ടർ ജിം ടക്കർ ഫോളോ അപ്പ് ചെയ്ത് കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ടാക്കിയിരുന്നു. ഈ ഡോക്ടർ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ കുട്ടികളിലാണ് ഈ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് വരുന്നത്. അത് എസ്പെഷ്യലി 3 to 5 years ഓൾഡ് ആ ഏജ് ഗ്രൂപ്പിലാണ് പാസ്റ്റ് ലൈഫ് മെമ്മറീസ് വരുന്നത് അവർ പറയുന്നത്. അപ്പൊ ആ സ്റ്റഡീസിൽ നടത്തിയതിൽ 70% കേസിലും ഈ പാസ്റ്റ് ലൈഫിൽ ആ ലൈഫ് എൻഡ് ചെയ്തത് ഒന്നുമില്ലെങ്കിൽ ഒരു സഡൻ എൻഡ് ആയിരിക്കും. അതായത് സൂയിസൈഡോ അല്ലെങ്കിൽ ആക്സിഡൻസ് അല്ലെങ്കിൽ വാറില് അങ്ങനെ ഒരു സഡൻ ഡെത്ത് വന്ന കേസുകളാണ്. 3 to 5 years ഓൾഡ് ആയിട്ടുള്ള ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഹൈലി ആങ്ഷ്യസ് ആയിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളിലാണ് ഈ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് കൂടുതലായിട്ട് കാണുന്നത്. ബോഡിയിൽ ഒരു ഫിസിക്കൽ ട്രോമ അല്ലെങ്കിൽ ഒരു ആഘാതം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി, മുറിവ് ഉണ്ടാവുക, ആ മുറിവ് വഴി നമുക്ക് മരണം സംഭവിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഒരു ഉണ്ടാക്കിയ ആ ഒരു ട്രോമ, ആ ഒരു ഫിസിക്കൽ ഇഞ്ചുറിയിൽ നിന്ന് ഉണ്ടാക്കിയ ട്രോമ മൈൻഡിൽ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവും, വേദന ഉണ്ടാക്കും. ആ വേദന കാരണമാണ് ഈ നെക്സ്റ്റ് ലൈഫിലേക്ക് ആ സോള് ആ വേദന മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അതാണ് ഈ ബർത്ത് ഡിഫക്റ്റ് അല്ലെങ്കിൽ ബർത്ത് മാർക്കായിട്ട് അടുത്ത ജന്മത്തിൽ ജനിക്കുമ്പോൾ തന്നെ അത് ആ കുട്ടിയിൽ കാണുന്നത്. അതിന്റെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ വെച്ചാൽ, എവിടെയാണോ ആ ഇഞ്ചുറി പ്രീവിയസ് ലൈഫിൽ ഉണ്ടായേ അവിടെ തന്നെയായിരിക്കും ഈ ബർത്ത് ഡിഫക്റ്റ് അല്ലെങ്കിൽ ബർത്ത് മാർക്ക് ആയിട്ട് കാണുന്നത് നെക്സ്റ്റ് ലൈഫിൽ. അപ്പോ ഇതായിട്ട് റിലേറ്റഡ് ഞാനൊരു ഇൻസിഡന്റ് ഇയാൻ സ്റ്റീവൻസന്റെ വർക്സിലായിട്ട് ഒരു ഇൻസിഡന്റ് പറയാണ്. അയാളുടെ കേസസിൽ ഒരു പർട്ടിക്കുലർ കേസ് ഉണ്ടായിരുന്നു. അതൊരു ചെറിയ ആൺകുട്ടിയുടെ ആയിരുന്നു. അപ്പൊ ഈ ആൺകുട്ടി അയാള് ഒരു പാസ്റ്റ് ലൈഫ് റിക്കോൾ ചെയ്യാണ്. എനിക്കൊരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു, ഒരു മാൻ. അപ്പൊ ഈ പർട്ടിക്കുലർ പാസ്റ്റ് ലൈഫിൽ അയാള് സൂയിസൈഡ് ചെയ്തതാണ്. അപ്പൊ സൂയിസൈഡ് എങ്ങനെ ചെയ്ത വെച്ചാൽ അയാള് ഇവിടെ ഇങ്ങോട്ട് പിന്നെ ഒരു ത്രോട്ടിൽ അങ്ങനെ വെടിവെച്ചിട്ടാണ് സൂയിസൈഡ് ചെയ്തത്. അപ്പൊ ഈ പാസ്റ്റ് ലൈഫിൽ ഉള്ള അപ്പൊ ഈ ഇയാൻ സ്റ്റീവൻസൺ ഈ കേസ് സ്റ്റഡി ചെയ്തപ്പോ ഈ കുട്ടികളോട് സംസാരിച്ചു, കുട്ടിയുടെ ഫാമിലിയോട് സംസാരിച്ചു. എന്നിട്ട് ഈ പർട്ടിക്കുലർ മുമ്പേ മരിച്ച ആളുടെ ഫാമിലിയോട് സംസാരിച്ചപ്പോ അയാൾക്കൊരു സിസ്റ്റർ ഉണ്ട്. അപ്പോ ഈ സിസ്റ്ററാണ് ഈ ത്രോട്ടിൽ വെടിവെച്ച കാര്യം പറഞ്ഞത്. അപ്പോ ഇയാൻ സ്റ്റീവൻസൺ റീസൺ ചെയ്തു, ഇപ്പൊ ഈ നമ്മള് ഇപ്പൊ ഒരു ആള് സൂയിസൈഡ് ചെയ്യുമ്പോ ഇങ്ങനെ റിവോൾവർ വെക്കുമ്പോ അതിനൊരു എൻട്രി വൂണ്ട് ആൻഡ് എക്സിറ്റ് വൂണ്ട് എന്ന് പറയും. അപ്പൊ അതിനൊരു എക്സിറ്റ് ഉണ്ടാവും. എൻട്രി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് എൻട്രി ചെയ്യുന്നത്, എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് എക്സിറ്റ് ചെയ്യണത്. അപ്പൊ ഇയാൻ സ്റ്റീവൻസൺ ലോജിക്കലി റീസൺ ചെയ്തു, ഈ കുട്ടി ഇപ്പൊ അങ്ങനെ ഒരു ബർത്ത് മാർക്ക് ഈ കുട്ടിക്ക് ഇവിടെ ഉണ്ട്, ഒരു ബർത്ത് മാർക്ക് പോലെ ഉണ്ട് ഈ മറ്റേ ആളുടെ എൻട്രൻസ് വൂണ്ടിന്റെ അവിടെ. അപ്പൊ ഇയാൻ സ്റ്റീവൻസൺ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ എക്സിറ്റ് വൂണ്ടിന്റെ ഹെഡിന്റെ ബാക്കില് അങ്ങനെ ഒരു മാർക്ക് എന്തെങ്കിലും ഉണ്ടാവേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് അയാൾ നോക്കിയപ്പോ ഈ കുട്ടിയുടെ മുടി മാറ്റിയപ്പോ അവിടെ കറക്റ്റ് ആയിട്ട് ഒരു മാർക്ക് ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് വൺ ഓഫ് ദ മോർ ഇൻട്രസ്റ്റിംഗ് കേസസ്. എല്ലാം ഇവരെല്ലാം ഈ ഡോക്ടേഴ്സ് എല്ലാം കറക്റ്റ് എവിഡൻസ് നോക്കിയിട്ടാണ് അത് കൺഫേം ചെയ്യുന്നത്. ആ പാസ്റ്റ് ലൈഫ് പറയുന്ന അവിടെ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഓട്ടോപ്സി റിപ്പോർട്ട്, ഇപ്പൊ ഇത് ചെയ്ത് സൂയിസൈഡ് ഒക്കെ ചെയ്താണെങ്കിൽ ഇത് ചെയ്ത് ഓട്ടോപ്സി ചെയ്ത് അത്രയും ഡീറ്റെയിൽ അവരെല്ലാ കേസസും സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഈ ജന്മന ഹാർട്ടിന് ഡിഫക്റ്റ് ആയിട്ട് കൺജനിറ്റൽ ഹാർട്ട് ഡിഫക്റ്റ് എന്ന് പറയും ജനിക്കുന്ന കുട്ടികൾ, അതൊക്കെ പ്രീവിയസ് ലൈഫിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടൊരു ആഘാതം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതൊക്കെ ഇതുവഴി എക്സ്പ്ലെയിനബിൾ ആണ്. ഈ ഒരു കൺസെപ്റ്റ് ബർത്ത് ഡിഫക്റ്റ് എന്നുള്ള കൺസെപ്റ്റ് വഴി എക്സ്പ്ലെയിനബിൾ ആണ്. പിന്നെ ഈ ഡോക്ടർ ജിം ടക്കർ കണ്ടുപിടിച്ചു മരണത്തിന് ശേഷം നമ്മളിപ്പോ പുനർജന്മം എന്ന് പറയും, അതിന്റെ ഇടയിൽ ഒരു പീരീഡ് ഉണ്ട്. മരണത്തിന് ശേഷം നെക്സ്റ്റ് ജന്മം എടുക്കുന്നതിന് മുമ്പ് ആ സോളിന് ഇടയിൽ ഒരു അപ്പൊ ഇങ്ങനെ ഒരു പീരീഡ് ഉണ്ടാവുമ്പോ ശരിക്കും ജിം ടക്കർ പറയണത് അങ്ങനെ ഒരു സോള് മരിച്ചു, പക്ഷെ പുതിയതായിട്ടൊരു ബർത്ത്
എടുത്തിട്ടില്ല. അപ്പൊ അത് എല്ലാ കേസിലും അങ്ങനെ ഒരു സോള് റീബർത്ത് തന്നെ എടുക്കണം എന്നില്ല ഇമീഡിയറ്റ്ലി. ആ സോളിന് ശരിക്കും പറഞ്ഞാൽ 3 ഡെസ്റ്റിനി ഉണ്ടെന്നാണ് ജിം ടക്കർ പറയണത്. അപ്പോൾ ഒരു കേസിൽ കുറച്ച് അഡ്വാൻസ്ഡ് സോളാണ്, കുറച്ച് നല്ല കർമ്മങ്ങളാണ്, സ്പിരിച്വലി കുറച്ച് ഇവോൾവ് സോളാണെങ്കിൽ അത് കുറച്ചുകൂടി ഹയർ പ്ലെയിൻസിലേക്ക് പോകും. അങ്ങനത്തെ കേസിലാണ് പറയുന്നത് അവർക്ക് ഒരു ലൈറ്റ്, ഒരു ഹീലിംഗ് ലൈറ്റ് പോലെ കാണും, ഡിവൈൻ എനർജിയുടെ ലൈറ്റ് പോലെ കാണും, അതിലേക്കും അങ്ങനത്തെ ഒരു വേൾഡിലേക്ക് അവർ പോകും. അവര് നമ്മുടെ ഈ വേൾഡിൽ അവര് തിരിച്ചു വരില്ല. വേറൊരു സെക്കൻഡ് ക്ലാസ് ഓഫ് സോൾസ് ആണ് പെട്ടെന്ന് റീബർത്തിലേക്ക് പോണത്, പുനർജന്മം ഉണ്ടാവുന്നത്. പിന്നെ ഒരു തേർഡ് ക്ലാസ് ഓഫ് സോൾസ് ഉണ്ട്. അവര് കുറച്ച് അത്രയും ഡെവലപ്പായ ഒരു സോൾസ് അല്ല. അപ്പൊ അവര് ഈ 2 സ്റ്റേറ്റിലേക്കും പോവില്ല, പുനർജന്മം എടുക്കില്ല, ഹയർ പ്ലെയിനിലേക്കും പോവില്ല. അവര് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ മെറ്റീരിയൽ നമ്മുടെ ഈ വേൾഡിൽ തന്നെ ട്രാപ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. മേ ബി ഇങ്ങനത്തെ സോൾസ് ആണ് നമ്മൾ ഈ ഗോസ്റ്റ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ബോഡി ഇല്ലാത്ത ഒരു കോൺഷ്യസ്നെസ്, അതെ, ഒരു ട്രാപ്ഡ് കോൺഷ്യസ്നെസ്. അതിന് പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഡോക്ടറാണ് ബ്രയൻ വൈസ് എന്ന് പറഞ്ഞ വേറൊരു ഭയങ്കര ഫേമസ് ആയ സൈക്കാട്രിസ്റ്റ് ആണ്. ബ്രയൻ വൈസ് യേൽ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ അമേരിക്കയിൽ MD ഒക്കെ പഠിച്ചിട്ട്, MD സൈക്കാട്രി പഠിച്ചിട്ട് മൗണ്ട് സൈനായ മെഡിക്കൽ സ്കൂൾ ഉണ്ട് അമേരിക്കയിൽ. അവിടെ കുറേ വർഷം സൈക്കാട്രിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പോൾ ട്രഡീഷണലി തുടക്കത്തിലൊരു ട്രഡീഷണൽ സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. ഇങ്ങനത്തെ വിഷയങ്ങളിലൊന്നും അത്രയധികം റിസർച്ച് ചെയ്തിരുന്നില്ല. പക്ഷെ കാത്തറിൻ എന്ന് പറഞ്ഞ മൂപ്പരുടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാത്തറിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ കാത്തറിൻ ഇങ്ങനെ കുറെ പാനിക് അറ്റാക്സ്, ഭയങ്കര പേടി, ഫോബിയാസ്, കുറെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഇടയ്ക്ക് പ്രശ്നങ്ങള്, അങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കാത്തറിൻ. എക്സ്പ്ലനേഷൻ ഇല്ലാത്ത പേടികളായിരുന്നു. അപ്പോൾ കാത്തറിനെ ഇയാള് റീഗ്രഷൻ തെറപ്പി എന്ന് പറയും സൈക്കാട്രിയില്. അപ്പോൾ റീഗ്രഷൻ തെറപ്പി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു പേഷ്യന്റിനെ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട്, ഇങ്ങനത്തെ ഒക്കെ പേടിയൊക്കെ ഉള്ള പേഷ്യൻസിനെ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരെ അവരുടെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ അഡൽട്ട് പേഷ്യന്റ് ആണെങ്കിൽ ടീനേജ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ കുട്ടികൾ പേടിക്കണ പല ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറഞ്ഞിട്ട് അത് അവരെ റീലീവ് ചെയ്തിട്ട് അവർക്ക് ആ സിംറ്റംസ് റിലീവ് ആവും. അതാണ് റീഗ്രഷൻ തെറപ്പി. അപ്പൊ ഈ റീഗ്രഷൻ തെറപ്പിയാണ് കാത്തറിന്റെ കൂടെ ചെയ്തിരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ഈ കാത്തറിന്റെ റീഗ്രഷൻ ചെയ്യുമ്പോൾ എന്താണ്ടായെന്ന് വെച്ചാൽ കാത്തറിൻ ആദ്യം ചൈൽഡ്ഹുഡിലേക്ക് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഇപ്പം അത്ര വലിയ പ്രോബ്ലംസ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പക്ഷെ കാത്തറിൻ പറഞ്ഞിട്ട് കാത്തറിൻ ഈ പ്രീവിയസ് ഒരു ടൈം ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അത് 19th century 1866 എന്നുള്ള ഇയറില് കാത്തറീന് ഒരു യങ് ലേഡി, എറോണ്ട എന്ന പേരുള്ള ഒരു യങ് ലേഡിയുടെ ലൈഫ് ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അതൊരു 18-year-old പെൺകുട്ടിയായിരുന്നു. അവള് അമേരിക്കയിലെ ഒരു വില്ലേജിൽ ജീവിക്കായിരുന്നു ഈ പെൺകുട്ടി. അങ്ങനെ ഒരു ലൈഫ് കാത്തറീൻ ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് റിഗ്രഷൻ പോയിട്ട് അതൊരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആയി മാറി. അപ്പോൾ ബ്രയൻ വൈസിന് അത് ബിലീവ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ ട്രഡീഷണലി ട്രെയിൻഡ് ഡോക്ടർ ആയിരുന്നു. അയാൾ പാസ്റ്റ് ലൈഫിലൊക്കെ അങ്ങനെ ഒരു ബിലീവ് ചെയ്യാൻ ആയിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് മൂപ്പർക്ക് ഇതെല്ലാതും ബിലീവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്താ ഉണ്ടായത് വെച്ചാൽ കാത്തറീന്റെ 3rd or 4th സെഷനില് കാത്തറീൻ ഇങ്ങനെ പല ലൈഫ് ടൈംസിലായാലും ഒരു 2 ലൈഫ് ടൈമിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റിലായിരുന്നു കാത്തറീൻ. അപ്പൊ ഈ ലൈഫ് മാത്രല്ല, ഈ 1866 ലൈഫ് മാത്രല്ല, വേറെ കുറെ ലൈഫ്സ് ഓർമ്മിച്ചിരുന്നു കാത്തറീൻ. അപ്പൊ അങ്ങനെ 2 ലൈഫിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേറ്റില് ഒരു പർട്ടിക്കുലർ കാര്യം പറഞ്ഞു. ഒരു ദിവസം ഇയാളുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫാദറും സണ്ണും നിങ്ങളെ ദേ ഹാവ് കം ടു മീറ്റ് യു എന്ന്, നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 2 പേർക്കും അവരുടെ ഹാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കാത്തറീൻ. അപ്പോൾ ഈ ബ്രയൻ വൈസിന്റെ ഫാദർ 1.5 years മുമ്പേ ഒരു ഹാർട്ട് കണ്ടീഷനോട് വേറൊരു സിറ്റിയിൽ മരിച്ചതാണ്. അമേരിക്കയിലെ വേറൊരു സിറ്റിയിൽ ഡെത്ത് ആയതാണ്. അതേപോലെ ഈ അയാൾക്ക് ഒരു മകനുണ്ടായിരുന്നു. ഇത് ആക്ച്വലി 9 to 10 years മുമ്പത്തെ കാര്യമാണ് ഈ മകനുണ്ടായത്, അയാളുടെ ഫസ്റ്റ് സൺ. ആ ഫസ്റ്റ് സണ്ണിന് പിന്നെ ഒരു കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുട്ടി 26 days ആണ് സർവൈവ് ചെയ്തുള്ളൂ. അപ്പോൾ കാത്തറീൻ ഇതൊന്നും അറിയാൻ ഒരു സാധ്യതയില്ല. ഇത് ആരോടും അവർ പുറത്ത് പറഞ്ഞിട്ടുമില്ല. ഇയാളും ഇയാളുടെ വൈഫ് അല്ലാതെ ഈവൻ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല, ഈ കുട്ടിയെ പറ്റിയിട്ടും അല്ലാതെ.
അതെങ്ങനെ അപ്പൊ ഈ കാര്യം കാത്രീൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ കുട്ടിയുടെ ഹാർട്ട് ഇമ്പോർട്ടന്റ് ആയിരുന്നു, ആ ഹാർട്ട് ബാക്ക്വേർഡ്സ് ആയിട്ട് നിൽക്കായിരുന്നു ബോഡിയിൽ. ഒരു തരം കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് അവരുടെ ലാംഗ്വേജിൽ ഡിസ്ക്രൈബ് ചെയ്യണ പോലെ. അപ്പൊ ഇത് കേട്ടപ്പോ ബ്രയൻ വൈസ് ആകെ ഭയങ്കര അമേസ്ഡ് ആയി പോയി. ഇങ്ങനത്തെ ഇൻഫോർമേഷൻ ഒരു രീതിയിലും ഇവർക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല. എന്നിട്ട് ബ്രയൻ വൈസ് കുറച്ചുകൂടി ഡീറ്റെയിലിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഇത് ശരിക്കും ഈ പാസ്റ്റ് ലൈഫ്സ് ഉണ്ടോ, ഈ റീഗ്രഷൻ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമ്മൾ സയൻസും കഴിഞ്ഞ് ചിന്തിക്കുന്നത്. അതെ, നമുക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സയന്റിഫിക്കലി ട്രെയിൻഡ് ഡോക്ടേഴ്സും സയന്റിസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മളെപ്പോഴും സ്കെപ്റ്റിക്കൽ ആവും നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി. വിശ്വസിക്കില്ല, അന്ധവിശ്വാസം. അതെ അതെ. പക്ഷെ നമുക്ക് ഇങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇതിനെ പറ്റി നോക്കും. അപ്പോ ഈ റിഗ്രഷൻ തെറാപ്പിക്ക് ബേസിക്കലി കുറെ കോൺട്രവേഴ്സീസ് ഉണ്ട്. കുറെ പേര് പറയുന്നുണ്ട് ഇതിപ്പോ ഇവര് വെറുതെ ഈ പേഷ്യൻസ് അങ്ങനെ ശരിക്കും ഇത് പറയുന്ന പാസ്റ്റ് ലൈഫായിട്ട് പറയുന്നതല്ല, അവരെന്തൊക്കെയോ ഓർത്തെടുത്ത് പറഞ്ഞതാണ്, എന്തൊക്കെയോ നേരത്തെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ട് പറയുന്നുണ്ട്. കൺഫാബുലേഷൻ ചെയ്യാണ് അവര്, വേറെ ഏതോ മെമ്മറീസ് ആണ് അവര് പാസ്റ്റ് ലൈഫായിട്ട് പ്രസന്റ് ചെയ്യണമെന്നൊക്കെ കുറെ വേറെ ഡോക്ടേഴ്സും സൈക്കാട്രിസ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ ഗുണം എന്ന് വെച്ചാൽ റിഗ്രഷൻ തെറാപ്പിയിൽ നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് പേഷ്യൻസിന്. അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് കാര്യം. ഈ കൺസെപ്റ്റ് ഇപ്പോ കറക്റ്റ് ആണോ അല്ലയോ എന്നല്ല, ഈ റിഗ്രഷൻ തെറാപ്പി വഴി പേഷ്യൻസിന് ബെനിഫിറ്റ്സ് കിട്ടും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഒരു പേഷ്യന്റിന് ആസ്മ ഉണ്ടാവും. അപ്പൊ റീഗ്രഷൻ ചെയ്യുമ്പോ അവര് ഒരു പാസ്റ്റ് ലൈഫിലേക്ക് പോകും. പാസ്റ്റ് ലൈഫിൽ അവര് ചിലപ്പോ ആ പാസ്റ്റ് ലൈഫിൽ അവര് വല്ല ഡ്രൗണിങ് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടാവും, മുങ്ങി മരിക്കോ എന്തെങ്കിലും ചെയ്തായിരിക്കും. അപ്പൊ ആ മുങ്ങി മരിക്കല് കാരണം ഈ ശ്വാസം മുട്ടല് ഈ സിംറ്റംസ് അവർക്ക് ഈ ലൈഫിൽ ഉണ്ടാവും. പക്ഷെ അതായത് ഏറ്റവും അമേസിങ് കാര്യം എന്താ വെച്ചാൽ ഈ റീഗ്രഷന്റെ തെറപ്പി സെഷൻസ് കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന്റെ ആസ്മ എന്ന് പറഞ്ഞ കുറച്ചു കാലം നിൽക്കുന്ന ഒരു ഇതാണ്. ആ എല്ലാ സിംറ്റംസും ഭയങ്കര വേഗം ഇത് കുറയുന്നുണ്ട്, ഓൾമോസ്റ്റ് ക്യൂർ ആവുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ചിലർക്ക് ഫിയർ ഉണ്ടാവും, ചില കാര്യങ്ങൾ ഹൈറ്റിനോട് ഫിയർ, അങ്ങനത്തെ കുറെ ഫിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളിലൊക്കെ നല്ല ക്യൂർ കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ റീസൺ പാസ്റ്റ് ലൈഫിൽ കിട്ടുന്നുണ്ട്. ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ലൈഫിൽ വന്നേന്നുള്ള റീസൺസ്. അപ്പൊ ആ ബെനിഫിറ്റ് ഉണ്ടാവുകൊണ്ട് എന്തായാലും ഈ ഫീൽഡ് ഫർദർ സ്റ്റഡി ചെയ്യാൻ പറ്റിയ ഫീൽഡാണ്. എന്തുകൊണ്ട് അത് ആക്ച്വലി ഇത് പാസ്റ്റ് ലൈഫ്സ് തന്നെ ആണോ അതോ വേറെ എക്സ്പ്ലനേഷൻ ഉണ്ടോ, എന്തുകൊണ്ടാണ് ഈ ക്ലിനിക്കൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, ഇതൊക്കെ സ്റ്റഡി ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ ഇതായിട്ട് റിലേറ്റഡ് ബ്രയൻ വൈസിന്റെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ആക്ച്വലി. ഏമി വൈസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ ആക്ച്വലി ഷീസ് എ സോഷ്യൽ വർക്കർ. അപ്പൊ ആ കുട്ടിക്കും ഈ റിഗ്രഷൻ തെറാപ്പിയിലോ അല്ലെങ്കിൽ ഈ ഫാദറിന്റെ ഈ ഒരു സ്റ്റഡിയിലൊന്നും അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 25 years ഒക്കെ ആയപ്പോ ആ കുട്ടിക്ക് കാറ്ററാക്ട് എന്ന് പറയും, തിമിരം കണ്ണിന്. അത് നമുക്ക് അറിയാവുന്നതാണ്. ഈ വയസ്സായവർക്കാണ് കൂടുതൽ അത് ലെൻസ് ഒപ്പേക്ക് ആവുന്നതാണ്, കണ്ണിലെ ലെൻസ് പ്രായമായവരിൽ ഉണ്ടാവുന്നതാണ്. അത് വന്നു തുടങ്ങി 25 years. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി വിഷൻ പതുക്കെ പതുക്കെ പോവാൻ തുടങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വിചാരിക്കും എന്താണ് എനിക്ക് ഈ ചെറുപ്പത്തിലെ ഈ ഓൾഡ് ഏജിലെ രോഗം വരാൻ കാരണം എന്ന് കുട്ടി തന്നെ കുറെ ആലോചിച്ചു നോക്കി. അതിനെന്താ ഒരു റീസൺ കാണുന്നില്ല. അത് ആക്ച്വലി ബ്രയൻ വൈസ് ഈ കുട്ടിയുടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു സെമിനാർ നടത്താണ്. അപ്പൊ അവിടെ റിഗ്രഷൻ തെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ കുട്ടി അറ്റൻഡ് ചെയ്യും. അങ്ങനെ അറ്റൻഡ് ചെയ്ത് സെയിം നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ ഹിപ്നോസിസിന്റെ ഇതിലേക്ക് പോയി, സ്റ്റേജിലേക്ക് പോയി. അങ്ങനെ ഈ കുട്ടി ഒരു പാസ്റ്റ് ലൈഫ് മെമ്മറി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതില് പറയുന്നത് ആ കുട്ടി ഒരു വയസ്സായ ഒരാളെ കാണുകയാണ്. അപ്പൊ ആ ആളുടെ ഹാർട്ടും ഈ കുട്ടിയുടെ ഹാർട്ടും ലിങ്ക്ഡ് ആണെന്ന് തോന്നുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ഈ വയസ്സായ ആള് ഒരു വില്ലേജ് കാണുകയാണ്. അപ്പൊ ആ വില്ലേജില് ഈ ആള് ബേസിക്കലി ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുകയാണ്. അപ്പൊ എന്തോ കാരണവശാൽ ഈ ബാക്കി വില്ലേജേഴ്സിന് ഇയാളോട് ഒരു എനിമിറ്റി വരും. എന്തോ അയാള് ഒരു ചില ബ്ലാക്ക് മാജിക് പോലത്തെ എന്തോ പ്രാക്ടീസസ് ചെയ്യേണ്ടത് അങ്ങനത്തെ എന്തോ ഒരു തെറ്റിദ്ധാരണ വന്നു. അപ്പൊ അതിന്റെ ഇതായിട്ട് ഒരു മാസ് സൈക്കോളജി എന്ന് പറയും. പെട്ടെന്ന് വന്നൊരു രാത്രി വന്നിട്ട് ആ വീടിനും ചുറ്റുപാടും എല്ലാം നശിപ്പിക്കുക, ഒരു തീ വെച്ച് നശിപ്പിക്കും വില്ലേജേഴ്സ്. അപ്പൊ ഈ ആള് ബേസിക്കലി ആ ഒരു ഇത് വന്നപ്പോ, ഫയറിന്റെ പ്രശ്നം വന്നപ്പോ കണ്ണ് ഡാമേജ് ആയിട്ട് ബ്ലൈൻഡ് ആവും, കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആവും.
അപ്പോൾ ആ ഒരു ഇതുണ്ടായി, ആ ഒരു മെന്റൽ ഷോക്ക്, ആ ഒരു പെയിൻ, ആ സോള് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സോളിന് ഉണ്ടായിട്ട് ആ സോളാണ് നെക്സ്റ്റ് ലൈഫിൽ ഈ ഏമി ആയിട്ട് റീബർത്ത് എടുത്തത്. അപ്പൊ ആ ഒരു ഡാമേജ് ഉണ്ടായതിന്റെ ഒരു പെയിൻ ഉണ്ടല്ലോ, അപ്പൊ ഈ കുട്ടി പറയുന്നുണ്ട്, ഒരു ക്ലൗഡ് പോലെ ആ സാഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു ക്ലൗഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാറ്ററാക്ട് ശരിക്കും ഒരു ക്ലൗഡ് ആവുന്നതാണ് ലെൻസ്. അപ്പോ അതാണ് ആ ബ്ലൈൻഡ്നെസ് ആയിട്ട് ഈ കുട്ടിക്ക്, അതാ ഈ കാറ്ററാക്ട് ആയിട്ട് ആ സാഡ്നെസ്, ആ ക്ലൗഡ് പോലത്തെ സാഡ്നെസ് ഈ കാറ്ററാക്ട് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തു അവരുടെ ഈ ലൈഫ് ടൈമിൽ. അപ്പൊ അത് ഈ സെഷൻ കഴിഞ്ഞ് തുടങ്ങി ഇംപ്രൂവ്മെന്റ് വരാൻ തുടങ്ങി, വിഷനിൽ ചേഞ്ച് വന്നിട്ട് വിഷൻ ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി ഈ കുട്ടിയിൽ. അപ്പൊ ബേസിക്കലി ഡോട്ടറിന് വരെ ഒരു ബെനിഫിറ്റ് വന്നു തുടങ്ങി റിഗ്രഷൻ. അത്രയും ഡ്രമാറ്റിക് ആയിട്ട് അത് കുറെ ഇംപ്രൂവ് ആയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ എക്സ് ഫാക്ടർ ഇൻഫോയിലേക്ക് പോവാ. അപ്പോൾ ഇത് ബേസിക്കലി ഞങ്ങള് കുറച്ച് റിസർച്ച് ചെയ്തിട്ട് ഞങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത കുറച്ച് പോയിന്റ്സ് ആണ് ഇതില്. അപ്പൊ ഇതില് ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. നിങ്ങളുടെ ലൈഫില് പാസ്റ്റ് ലൈഫിന്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും തോന്നുന്ന സംശയമാണ്, നമുക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് മെമ്മറി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഇത് എങ്ങനെ അറിയാൻ പറ്റും? അതിന് കുറച്ചൊരു ക്ലൂസ് ആണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിലൊരു പോയിന്റ് ആണ് ദേജാവോ എന്ന് പറയും. അതായത് ഇത് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാള് ഈ ലൈഫില്, ആ സ്ഥലത്ത് ആദ്യമായിട്ട് പോകുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ സ്ഥലം എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇതിന് മുമ്പേ ഇവിടെ ഞാൻ വന്ന പോലെ എനിക്കൊരു ഫീലിംഗ് തോന്നുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ കാണുമ്പോൾ ഈ ആൾ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണല്ലോ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ അല്ല, ഇതിന് മുമ്പേ കണ്ട ഒരു ഫീലിംഗ് തോന്നുക. ചില കേസിൽ നമ്മൾ സംസാരിച്ച കാര്യം കൂടി നമ്മൾ മുമ്പേ സംസാരിച്ചിട്ടുണ്ടല്ലോ ഈ കാര്യം എന്ന് നമുക്കൊരു തോന്നൽ വരും. അതിനാണ് രേജാവോ, ആ സറൗണ്ടിങ്സ് എല്ലാതും ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നും. ഇത് പാസ്റ്റ് ലൈഫ് മെമ്മറിയുടെ ഒരു ക്ലൂ ആണ്. ഇതിന് മുന്നത്തെ ലൈഫിൽ നമ്മൾ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ടാവും. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില്, ഇപ്പൊ സോള് സെയിം സോൾ ആണെന്നാണ് നമ്മൾ പറയുന്നത്, ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീൽഡ് ആയിരിക്കും. അതെ, അപ്പൊ അത് നമുക്ക് അങ്ങനെ റീകളക്ഷൻ വരുന്നതാണ്. അതേപോലെ അങ്ങനെ ഒരു സെക്കൻഡ് കാര്യമാണ് ഫോബിയാസ് ആൻഡ് ഫീലിയാസ് എന്ന് പറയും. ഫിയേഴ്സ്, ചില ആൾക്കാർക്ക് ഭയങ്കര അധികം ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഫിയേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഹൈറ്റ്സ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഫിയർ ഉണ്ടാവും. തീരെ ഹൈറ്റിലേക്ക് പോകാൻ പറ്റില്ല, ലിഫ്റ്റിൽ കയറാൻ പറ്റില്ല, ഏത് ചെറിയൊരു ഹൈറ്റിൽ നിന്ന് താഴ്ത്തു നോക്കുമ്പോഴും അവർക്ക് ഭയങ്കര പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അൺഎക്സ്പ്ലെയിൻഡ് ഫോബിയാസ്. അതേപോലെ ഫീലിയാസ് എന്ന് പറയും, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇപ്പൊ ചില ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ ഇപ്പൊ അങ്ങനത്തെ ഒരു കൺട്രിയിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജർമ്മനിയോട് ഭയങ്കര ഇഷ്ടമുണ്ടാവും, ജർമ്മൻ കൾച്ചറിനോട് ഭയങ്കര കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ അത് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവും. അവരുടെ ഇതിരുന്ന് വായിക്കും, അവരുടെ ഹിസ്റ്ററി വായിക്കും. അപ്പൊ അതാണ് ഫോബിയാസ് ആൻഡ് ഫീൽ. അങ്ങനത്തെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഇഷ്ടങ്ങൾ അങ്ങോട്ട് പോവാനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മേബി പാസ്റ്റ് ലൈഫിൽ നമുക്ക് അതായത് നമ്മൾ അവിടെ ജീവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റിലേഷൻ ഉണ്ട്, അങ്ങനെ ഒരു കാര്യം ഉണ്ട്. പിന്നെ ഡ്രീംസ്, ചില ഡ്രീംസ് നമ്മൾ റിപ്പീറ്റഡ്ലി സെയിം ഡ്രീംസ് കണ്ടുകൊണ്ടിരിക്കും രാത്രി. അതായത് ആ ഡ്രീംസിൽ നമ്മൾ വേറെ വേഷത്തിലായിരിക്കും. ചിലപ്പോ ഇതിന് മുന്നത്തെ കുറെ ഏൻഷ്യൻ ടൈംസിലുള്ള വേഷം, കൾച്ചർ, അങ്ങനെ നമ്മളും അതിന്റെ ഉള്ളിൽ തന്നെ, നമ്മുടെ ചുറ്റുപാടുള്ളവരും അങ്ങനത്തെ വേഷങ്ങളായിട്ട് നമ്മളും അതെ അങ്ങനെയായിട്ട് കാണാം. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡില് വേഷം, അതേപോലെ ഒരു പർട്ടിക്കുലർ സ്ഥലം പിന്നെ പിന്നെ നമ്മൾ ഡ്രീമിൽ കാണാം. ഒരേ ആൾക്കാരെ നമ്മള് ഈ ലൈഫിൽ നമുക്ക് അവരെ പരിചയം ഉണ്ടാവില്ല, പക്ഷെ അതേ ആൾക്കാരെ നമ്മൾ കാണാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഉള്ളിലിരിക്കുക, പരിചയം ഇല്ലാത്ത ഒരാൾക്കാര്, അങ്ങനെയൊക്കെ വരുന്ന ഡ്രീംസ് പാസ്റ്റ് ലൈഫിന്റെ ഒരു ക്ലൂ ആണ്, മെമ്മറീസ് വരുന്നതിന്റെ ഒരു ക്ലൂ ആണ്. പിന്നെ നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടാവുക, ഭയങ്കരമായിട്ടുള്ള സ്കിൽസ്, അതേപോലെ ഭയങ്കര അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള നോളേജ് ഉണ്ടാവുക, ചെറിയ വയസ്സിൽ ഭയങ്കര ടാലന്റ് ഉണ്ടാവുക ഒരു പർട്ടിക്കുലർ ഫീൽഡില്. ചൈൽഡ് പ്രോഡിജീസ് എന്നൊക്കെ പറയും, ചൈൽഡ് ജീനിയസസ്. അപ്പൊ അങ്ങനത്തെ പാരന്റ്സിനൊന്നും ആ സ്കിൽസ് ഉണ്ടാവില്ല, അവരുടെ പേരന്റ്സ് അവരുടെ ആൻസേഴ്സ് ആർക്കും ആ സ്കിൽ ഉണ്ടാവില്ല, പക്ഷെ അവര് ഒരു പ്രൊഡിജിയസ്ലി ടാലന്റഡ്, ഭയങ്കര ടാലന്റ് ആവും അവര്. എവിടുന്ന് ആ ടാലന്റ് വന്നെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഇതിന്റെ അപ്പൊ ഇങ്ങനത്തെ ഒരു കേസായിരുന്നു നമ്മുടെ ഭയങ്കര ഫേമസ് ആയ ഒരു ക്ലാസിക്കൽ യൂറോപ്യൻ മ്യൂസീഷ്യൻ, എല്ലാവർക്കും പേരറിയാം, വോൾഫ്ഗാങ് മൊസാർട്ട് എന്ന് പറയും. മൊസാർട്ട് ഒരു എല്ലാ മ്യൂസീഷ്യൻസിലും വെച്ചിട്ട് ഏറ്റവും ഫേമസ് ആയ മ്യൂസീഷ്യനാണ്. അപ്പൊ മൊസാർട്ടിന്റെ
5th ഒരു 5 വയസ്സാവുമ്പോഴേക്ക് തന്നെ അയാൾ 5 വയസ്സ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഭയങ്കര ഡീറ്റെയിൽഡും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ സിംഫണീസ് അയാൾ ഉണ്ടാക്കിയിരുന്നു. കീബോർഡിൻ്റെ മുകളിൽ, വയലിൻ്റെ മുകളിൽ, അങ്ങനത്തെ കാര്യങ്ങളുടെ മുകളിൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഇത്രയും കുറവ് ഏജിൽ ഇങ്ങനെ ഒരു ടാലൻറ്റ് ഉണ്ടാവുക? അത് ദാറ്റ് ഈസ് വൺ തിങ്. അതും പാസ്റ്റ് ലൈഫിൽ നമ്മുടെ ആ സ്കില്ല് സോൾ വഴി ഈ ലൈഫ്. അതെ, അതാണ് എക്സ്പ്ലെയിൻ ചെയ്യണം. പാസ്റ്റ് ലൈഫിൽ പല വർഷം ട്രെയിൻ ചെയ്ത ഒരു സ്കില്ല്, അത് നമുക്ക് ഈ ലൈഫിൽ നമുക്ക് ആ സ്കില്ല് പെട്ടെന്ന് നമ്മുടെ യങ് ഏജിൽ നമുക്ക് ആ സ്കില്ല് മുഴുവൻ കിട്ടും. ലാംഗ്വേജ് പഠിക്കുന്ന ചില കുട്ടികൾ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്ന ഭയങ്കര ഡിഫിക്കൽട്ട് ലാംഗ്വേജസ് പോലും പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ഇതിന് എക്സ്പ്ലനേഷൻ ഫാക്ടറാണ് ഫോർ ദിസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഐ തിങ്ക് ദിസ് ഫീൽഡ് എസ്പെഷ്യലി സയൻറ്റിസ്റ്റ് കുറച്ചുകൂടി ഡെപ്തിൽ ഈ ഫീൽഡ് സ്റ്റഡി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. We'll be back soon with another episode, another interesting episode. അപ്പോൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ലൈക്ക് ബട്ടൺ ഉറക്കെ അമർത്തണം. ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോസ് കാണാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Okay. We'll meet you soon. Thank you. Bye bye.